എനിക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലോട്ടറി എന്നുള്ളതും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയെ പറയാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വന്ന കാര്യം പറയുന്നതിന് മുൻപേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു 3 വർഷം മുൻപേ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാളാണ്. യൂട്യൂബ് ചാനൽ എല്ലാവരും സാധാരണ കൊറോണ സമയത്ത് തുടങ്ങുന്ന ഒരു കൂട്ടത്തിൽ ഞാനും തുടങ്ങി. അത്ര തന്നെ. അങ്ങനെ തുടങ്ങി ഒരു 1-2 വീഡിയോ എല്ലാവരുടെയും പോലെ ഞാനും അങ്ങ് ഇട്ട്. പക്ഷെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. 1-2 വീഡിയോ ഇട്ടപ്പോൾ ആര് കാണാൻ, കുറച്ച് പേര് കണ്ട് നിർത്തിപ്പോയി. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡെലിവറി ഒക്കെ ആയി, എൻ്റെ പ്രഗ്നൻസി ഡെലിവറി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആവാൻ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഇടയ്ക്കും തലയ്ക്കുന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. എന്നെ അറിയാവുന്നവർക്ക് അറിയും. പക്ഷെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ 2023 നമ്മളൊരു കംബാക്ക് നടത്തുന്നത്. 2023 നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മോളും ഞാനും ഏട്ടനൊക്കെ കൂടി ട്രാവൽ ചെയ്യുന്ന കുറച്ച് വ്ളോഗ്സ് ഒക്കെ ഇട്ട് 1-2 വ്ളോഗ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ വ്ളോഗുകൾ ഇട്ടപ്പോൾ തന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ മെമ്മറീസ് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വീഡിയോ ആക്കി വെക്കാം എന്നൊരൊറ്റ ചിന്തയിലാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അല്ലാതെ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് വലിയ സംഭവമാണ് അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വീഡിയോസ് ഇട്ടതാണ്. 1-2 വീഡിയോസ് അങ്ങനെ ഇട്ടു. പിന്നെയും ഒരു 8-9 മാസം മുന്നേ ഒരു ഏകദേശം ഒരു 3-4 വീഡിയോ വ്ളോഗുകളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങ് നിർത്തി. അതും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അതങ്ങനെ നമ്മൾ ഈ ഷോർട്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഇടയ്ക്കും വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടും. അതങ്ങനെ പ്രത്യേകിച്ച് അത് നമ്മുടെ ഗാലറിയിൽ നിന്ന് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി ഇടുന്നൊരു സംഭവമായിരുന്നു കേട്ടോ യൂട്യൂബ്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു 2-3 മാസം മുൻപ് നമ്മളൊരു 2-3 ഷോർട്സ് ഒക്കെ ഇട്ടു. 2-3 ഷോർട്സ് ഇട്ടപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ റീച്ച് കിട്ടുന്നതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നി. അങ്ങനെ റീച്ച് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെയും ഷോർട്സിൻ്റെ ഭാഗത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് 2-3 ഷോർട്സ് കൂടി ഇട്ടു. അങ്ങനെ ഇട്ട് പിന്നെ അത് നമ്മളങ്ങനെ ഒരു ഡെയിലി ബേസിസിലൊന്നും അല്ല ഇട്ടത്. ഒരു ദിവസം ഒന്നിടും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തോന്നിയുമ്പോൾ ഒന്നിടും. അങ്ങനെ ഇട്ട് പോയ സമയത്ത് നമ്മുടെ ഒരു വീഡിയോ കയറി അങ്ങ് ക്ലിക്കായി. അങ്ങനെ ആ വീഡിയോ ക്ലിക്കായി ഒരു 1 മില്യൺ വ്യൂസിലേക്കൊക്കെ എത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ യൂട്യൂബ് ചാനൽ ഞാൻ 3 കൊല്ലം മുൻപ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 100-200 പേരെങ്ങാനോ ആണ്. അതും നമ്മുടെ കുടുംബത്തിലുള്ളവർ, ഫ്രണ്ട്സ്, നാട്ടുകാർ, അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച കുറച്ച് പേര്. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ചതായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷം നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി, സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി. അതുപോലെ നമ്മുടെ ഇടുന്ന വീഡിയോസ് എല്ലാം അത്യാവശ്യം ഒരു റീച്ച് കിട്ടാൻ, അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റീച്ചൊന്നും അല്ല കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്തൊരു റീച്ച് അത് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കാണാൻ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു സന്തോഷം, അതൊന്നും വേറെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഒക്കെ കൂടി. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ പിന്നെ യൂട്യൂബ് ഷോർട്സിൽ അങ്ങ് വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഷോർട്സുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അതിൽ ഒരു കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു 1-2 വീഡിയോസും കൂടി എഗെയിൻ ക്ലിക്കായി. അങ്ങനെ ഭയങ്കര സന്തോഷം എന്ന് പറയട്ടെ. അങ്ങനെ നമുക്ക് ആദ്യത്തെ ആ ഒരു വീഡിയോ ക്ലിക്കായപ്പോൾ തന്നെ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല നമ്മുടെ വീഡിയോ ക്ലിക്കാവും എന്നുള്ളത്. പിന്നെ 1-2 വീഡിയോ കൂടി ക്ലിക്കായതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 2 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ഹാപ്പിയാണ്. കാരണം ഒരിക്കലും ഞാൻ യൂട്യൂബിൽ നിന്നും ഇത്രയും പെട്ടെന്നൊരു റീച്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ റീച്ച് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഗെയിൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിലാണ് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ എനിക്ക് യൂട്യൂബിൽ നമ്മൾ ക്ലിക്ക് ആവില്ല എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ മടിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 10K സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അത് മാത്രമല്ല, അതിനേക്കാൾ വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വ്യൂസ് ഹാഫ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലെത്തി. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ചുരുങ്ങിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ
സൂപ്പർ താങ്ക്സ് എന്ന ബട്ടൺ എനേബിൾ ആയി, ഷോപ്പിംഗ് ചെയ്യാനുള്ള അതൊക്കെ എനേബിൾ ആയി. അതുപോലെ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. ഹാഫ് മൗണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഫോം വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിപ്പോൾ എന്താ പറയുക, സിൻസിയറായിട്ട് തന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. തുടർന്നും ഞാൻ ഡെയിലി വീഡിയോസ് ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള ലോട്ടറി. ശരിക്കും പറഞ്ഞാൽ ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ബമ്പർ ലോട്ടറി ഒക്കെ അടിച്ച് കാശൊക്കെ കിട്ടി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാശൊന്നുമല്ല നമുക്കിവിടെ പ്രധാനം. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളതുമാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ അത് കുറച്ച് പേര് കാണുന്നുണ്ട്, അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം അതിൽ നിന്നും എനിക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, അതാണ് എനിക്ക് കിട്ടിയ ലോട്ടറി. അപ്പം ഞാൻ യൂട്യൂബിൽ നിന്നും പെട്ടെന്ന് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു 10K സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ ഇതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഫീച്ചേഴ്സൊക്കെ പെട്ടെന്ന് ഇനേബിൾ ആവുകയൊക്കെ ചെയ്തത് തന്നെ എൻ്റെ ഒത്തിരി സന്തോഷം. അതന്നെ എനിക്ക് ഏറ്റവും വലിയ ലോട്ടറി എന്ന് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഡെയിലി എൻ്റെ ഭാഗത്തു നിന്നും വീഡിയോസ് ഉണ്ടായിരിക്കും. ഷോർട്സ് ആയാലും വ്ളോഗ്സ് ഞാൻ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇനി മുതൽ വ്ളോഗ്സും കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഞാൻ എൻ്റെ ലോട്ടറി സ്റ്റോറി അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ടാവും, ചിലർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. കാരണം എനിക്ക് കാശൊക്കെ കിട്ടി, ലോട്ടറി അടിച്ച കാശൊക്കെ കിട്ടി, ഞാൻ എന്ത് ചെയ്തെന്നൊക്കെ അറിയാൻ വേണ്ടി വന്നവരുണ്ടാവാം. അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. പക്ഷേ സഹിച്ചേ പറ്റുള്ളൂ. 10K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് വന്നു. സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്, പാർട്ടിയൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മളെന്തായാലും നന്ദി കാണിക്കുകയാണ് ചെയ്തത്. സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.